ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 13-ാം ദിവസം നമുക്ക് ധ്യാനിക്കുവാൻ ലഭിച്ചിരിക്കുന്ന വിഷയം അപരനു വേണ്ടിയുള്ള പ്രാർത്ഥന. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഫിലിപ്പിയർ 1:9-11 വരെ. അതിൽ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികൾക്കായി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തോടും വിവേചനത്തോടും കൂടി കൂടുതൽ വർദ്ധിക്കട്ടെ. നിങ്ങൾ ഉത്തമമായത് തിരിച്ചറിഞ്ഞ് കുറ്റമില്ലാത്തവരുമായിരിക്കട്ടെ. പൗലോസിൻ്റെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് 2 പ്രധാന പാഠങ്ങൾ കാണാം. ഒന്നാമത് സ്നേഹം. എന്നാൽ അത് അന്ധമായ സ്നേഹമല്ല, ജ്ഞാനത്തോടും വിവേചനത്തോടും കൂടിയ സ്നേഹമാണ്. ഇന്ന് ലോകത്തിൽ സ്നേഹം പലപ്പോഴും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നു. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് പ്രവൃത്തിയിലും സത്യത്തിലും പ്രകടമാകുന്ന സ്നേഹമാണ്. രണ്ടാമത് ആത്മീയ വളർച്ച. പൗലോസ് അവരുടെ സൗകര്യത്തിനോ സമ്പത്തിനോ വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, മറിച്ച് അവർ ആത്മീയമായി വളരുകയും ദൈവത്തിന് മഹത്വം നൽകുന്ന ജീവിതം നയിക്കുകയുമാകട്ടെ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഇതാണ് യഥാർത്ഥ അപരനു വേണ്ടിയുള്ള പ്രാർത്ഥന. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന ആഗ്രഹം. നാം എത്ര പ്രാവശ്യം മറ്റുള്ളവർക്കായി ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു? കുടുംബാംഗങ്ങൾക്കായി, സുഹൃത്തുക്കൾക്കായി, നമ്മുടെ സമൂഹത്തിനായി. അപരനു വേണ്ടിയുള്ള പ്രാർത്ഥന ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു, ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനാൽ ഇന്നു മുതൽ നാം സ്വാർത്ഥത വിട്ട് പരസ്പര സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്നേഹം ജ്ഞാനത്തോടും വിവേചനത്തോടും കൂടി വർദ്ധിക്കട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വം നൽകുന്നതായിരിക്കും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.